ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ സെക്ഷൻ. 8ാമത്തെ ദിവസമാണിന്ന് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. സോ ലെറ്റ്സ് ബിഗിൻ. ഞാൻ പാടുന്നു. ഐ ആം സിംഗിങ്. ഞാൻ ഒരു പാട്ട് പാടുന്നു. ഐ ആം സിംഗിങ് എ സോങ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ സോങ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പാട്ട് പാടുന്നു, ഒരു എന്നതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് വൺ എന്നൊക്കെയാണ്. ഐ എം സിംഗിങ് വൺ സോങ് എന്ന് പറയുന്നതിനേക്കാട്ടിലും ഐ എം സിംഗിങ് എ സോങ് എന്ന് പറയുന്നതായിരിക്കും ഉചിതം. ഞാൻ ഒരു പഴയ പാട്ട് പാടുന്നു. ഐ എം സിംഗിങ് ആൻ ഓൾഡ് സോങ്. ഈ സെൻറ്റൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൻ ഓൾഡ് സോങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുൻപ് എ എന്നായിരുന്നു. കാരണം ഓൾഡ് എന്ന വാക്കിൽ ആദ്യത്തെ ലെറ്റർ വരുന്നത് ഒ ആണ്. വവൽ സൗണ്ട് വരുമ്പോൾ വവൽ സൗണ്ടിന് മുൻപായിട്ട് എ അല്ല ഉപയോഗിക്കേണ്ടത്, ആൻ എന്ന ആണ്. അപ്പോൾ അതൊക്കെ കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ. ഞാൻ ഒരു പഴയ ഇഷ്ടപ്പെട്ട പാട്ട് പാടുന്നു. ഐ എം സിംഗിങ് ആൻ ഓൾഡ് ഫേവറേറ്റ് സോങ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു അഡ്ജക്റ്റീവും കൂടി ചേർക്കുകയാണ്, ഫേവറേറ്റ്. അപ്പോൾ അങ്ങനെ വേർഡ്സുകൾ കൂട്ടി ചേർക്കുന്നതനുസരിച്ച് നമുക്ക് ഇംഗ്ലീഷ് കുറച്ചും കൂടി സെൻറ്റൻസസ് മാറ്റി എഴുതാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ഫോർ യു ടുഡേ ടു പ്രാക്ടീസ് ആൻഡ് ലേൺ ഇംഗ്ലീഷ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. നിങ്ങൾക്ക് ഏതെങ്കിലും സെൻറ്റൻസസ് ഞാൻ ഇംഗ്ലീഷിലാക്കണം, അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്താലോ എന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.